ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിന്റെ വളരെ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരുപാട് തവണ കേൾക്കുന്ന ചില പേരുകളാണ് കഅബ, അതേപോലെ തന്നെ ഹജറുൽ അസ്വദ്, തൽബിയത്ത്, തവാഫ്, മസ്ജിദുൽ ഹറാം, സഫാ മർവ, ജംറകളിൽ കല്ലെറിയൽ, അതേപോലെ തന്നെ സംസം, അറഫ, മദീന, മസ്ജിദുൻ നബവി, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് പേരുകൾ പരിശുദ്ധമായ ഹജ്ജിന്റെ സമയമായാൽ നമ്മളെല്ലാവരും ആവർത്തിച്ച് കേൾക്കുന്നവയാണ്. ഇതിന്റെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്? അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ പേരുകളുടെ പുണ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യമായിക്കൊണ്ട് കഅബ. എന്താണ് കഅബ? കഅബ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ ആളുകൾ അവരെല്ലാവരും 5 നേരം ഖിബിലയായി നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ നമസ്കാരത്തിന്റെ ദിശയാണ് കഅബ എന്ന് പറഞ്ഞാൽ. അത് ഈ ഭൂമി ലോകത്തെ ആദ്യത്തെ ആരാധനാലയം കൂടിയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അതേപോലെ തന്നെ ഇസ്മായിൽ നബിയും കൂടി ചേർന്ന് പണിതതാണ്
കഅബ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, വൈദ് യർഫഉ ഇബ്രാഹീമു അൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. അതായത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയം പടുത്തുയർത്തി. എന്നിട്ട് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ ഇതിനെ സ്വീകരിക്കണേ എന്ന്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഅബയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ മുസ്ലിങ്ങളുടെ ഖിബില എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. പിന്നീട് അല്ലാഹു തആല ഒരു കാലാവധിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന കഅബയെ ഖിബിലയായി മാറ്റിയിട്ടുണ്ട് എന്ന അറിയിപ്പ് നൽകുകയും പിന്നീട് മുസ്ലിങ്ങളായ എല്ലാവരും മസ്ജിദുൽ ഹറമിലേക്ക് ഖിബിലയായി നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. ആദം നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ തന്നെ കഅബ എന്ന ആശയം അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബിയും പടുത്തുയർത്തി കഅബയെ. അതേപോലെ തന്നെ ഖുറൈശികൾ ഒരു വെള്ളപ്പൊക്കത്തിൽ കഅബക്ക് കേടുപാടുകൾ ഉണ്ടായപ്പോൾ ഖുറൈശികളായ ആളുകൾ കഅബയെ പുതുക്കി പണിതതായും ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു സന്ദർഭത്തിൽ ഹജറുൽ അസ്വദിന്റെ കല്ല് കഅബയുടെ സ്ഥാനത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ഗോത്രങ്ങളിലെ ആളുകൾ തമ്മിൽ തർക്കമുണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിന്റെ കല്ല് അതൊരു തുണിയിൽ വെക്കുകയും എല്ലാ ഗോത്രത്തിലെയും തലവന്മാരോട് അതിന്റെ അറ്റങ്ങളിൽ പിടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്നും ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ കഅബാലയം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖിബിലയായി അതിലേക്ക് ദിശയായി കൊണ്ട് 5 നേരം നമസ്കരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള പള്ളിയായിട്ടാണ് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ കഅബാലയം കണ്ട ആളുകൾക്കൊക്കെ അറിയാം, കഅബയുടെ മൂലയിൽ ഒരു കല്ലുണ്ടാകും. ആ കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ് എന്നുള്ളത്. ഹജർ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ് അറബിയിൽ അർത്ഥം. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത കളറുള്ള. അപ്പൊ കറുത്ത കളറുള്ള ഒരു കല്ലാണ് ഹജറുൽ അസ്വദ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിനെ പറ്റി പറഞ്ഞത് അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ് എന്ന്. അതിനെ മുത്തുന്നത് സുന്നത്തായ കാര്യമാണ്. ചില ആളുകൾക്ക് അവിടെ തിരക്കുള്ള സമയത്ത് അതിനെ മുത്താൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പഠിപ്പിച്ച് അതിലേക്ക് കൈകൾ ഉയർത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ പറയുക എന്ന. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകൻ മുത്തുന്നതായി കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്, അല്ലാത്ത ഒരു മഹത്വവും കല്ലേ നിനക്ക് ഇല്ല എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു പ്രാധാന്യം മാത്രമാണ് ഹജറുൽ അസ്വദിനുള്ളത്. അതേപോലെ തന്നെ കഅബയെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഒരു അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിനെ പരിചയപ്പെടുത്തിയതായും ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നമ്മളൊക്കെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ദിക്റാണ് തൽബിയത്ത് എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹജ്ജിലേക്കും ഉംറയിലേക്കും ഇഹ്റാം കിട്ടിയാൽ തൽബിയത്ത് എന്ന ദിക്ർ ധാരാളമായി കൊണ്ട് ചൊല്ലുക. എന്താണ് തൽബിയത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എന്താണ് അർത്ഥം? അല്ലാഹുവേ, ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു, നിനക്കൊരു പങ്കാളിയുമില്ല, സ്തുതിയും അനുഗ്രഹവും ആധിപത്യവും എല്ലാം നിനക്കാണ്, നിനക്കൊരു പങ്കാളിയുമില്ല എന്നാണ് തൽബിയത്തിന്റെ ആ ദിക്റിന്റെ അർത്ഥം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദിക്റ് ഹജ്ജിന്റെ വേളകളിൽ ഹാജിമാരായ ആളുകൾ
ധാരാളമായി കൊണ്ട് ഇഹ്റാം കെട്ടിയത് മുതൽ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദിക്റാണ്. ഈ ദിക്റിന് ഹദീസുകളിൽ ധാരാളക്കണക്കിന് മഹത്വങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു ഏകനാൻ. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ ഈ പരിശുദ്ധമായ കഅബയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ആ തൽബിയത്തിന്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലും അതേപോലെ തന്നെ ഉംറയിലുമൊക്കെ ഈ തൽബിയത്ത് ധാരാളം ചൊല്ലിയിരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഹജ്ജിന്റെ വേളയിൽ നമ്മളൊക്കെ ധാരാളമായി കേൾക്കുന്ന ഒരു പദമാണ് തവാഫ് എന്നുള്ളത്. തവാഫ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ചുറ്റുക, അതേപോലെ തന്നെ വലയം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. കഅബയെ ഒരാള് ഹജറുൽ അസ്വദ് മുതൽ ആരംഭിച്ച് 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നതിനെയാണ് തവാഫ് എന്ന് പറയുന്നത്. അത് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഇനമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യപ്പെടുത്തിയത്. ഈ തവാഫിന് തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. തവാഫുൽ ഖുദൂമുണ്ട്, അതേപോലെ തന്നെ തവാഫുൽ ഇഫാദയുണ്ട്, അതേപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മക്കയിൽ നിന്ന് ഒരാൾ വിട പറയുമ്പോൾ തവാഫുൽ വിദാ എന്ന പേരിൽ അങ്ങനെ ധാരാളക്കണക്കിന് തവാഫിന് വ്യത്യസ്തങ്ങളായ പേരുകൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് കഅബയെ തവാഫ് ചെയ്യുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനും ഉംറക്കും അവന് അതിന്റെ അവസരം ലഭിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ആ തവാഫിനെ അവൻ പൂർത്തിയാക്കട്ടെ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഇനി കഅബ നിലനിൽക്കുന്ന ആ ഒരു പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഹറം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അവിടുത്തെ ഒരു നമസ്കാരത്തിന് മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലമാണ് ഒരു നമസ്കാരത്തിന്, അവിടെയുള്ള ഒരു നമസ്കാരത്തിന് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അതേപോലെ തന്നെ ഇസ്മായിൽ നബിയും അതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് വന്ന ഓരോ ഖലീഫമാരും മസ്ജിദുൽ ഹറമിന്റെ വികസനത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു എന്നാണ്. ഇന്ന് സൗദി ഭരണകൂടം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമസ്കാരത്തിനു വേണ്ടിയിട്ടുള്ള സർവ്വവിധ സൗകര്യങ്ങൾ ഒരുക്കി മസ്ജിദുൽ ഹറമിന് ഏറ്റവും ആധുനികപരമായ സൗകര്യങ്ങളാണ് ഹാജിമാർക്ക് അതേപോലെ തന്നെ ഉംറ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും നല്ല രൂപത്തിൽ നമസ്കരിക്കാനും തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും വളരെ വലിയ സൗകര്യങ്ങൾ സൗദി ഭരണകൂടം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന്. എന്നാൽ മസ്ജിദുൽ ഹറമിന് ആരെങ്കിലും ഉംറക്ക് പോകുകയാണെങ്കിൽ ഹജ്ജിന് പോകുന്നവർ അവർ അതിന്റെ നമസ്കാരത്തിന്റെ അവിടെയുള്ള നമസ്കാരത്തിന്റെ പ്രതിഫലം മനസ്സിലാക്കി അവിടെ കൃത്യമായി നമസ്കരിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാലോചിച്ചു നോക്കൂ, മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലാണ് ഒരു നമസ്കാരത്തിന് അല്ലാഹു തആല ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന്. അത് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. അതേപോലെ തന്നെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മറ്റൊരു പ്രദേശമാണ് സഫാ മർവ എന്നുള്ളത്. മഹദി ഹാജറ ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിക്ക് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ അതേപോലെ തന്നെ ഭക്ഷണത്തിനു വേണ്ടി അന്നത്തെ മക്ക എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്തതായിരുന്നു. അങ്ങനെ ആദ്യം സൊഫയിലേക്കും, സൊഫ എന്നൊരു കുന്നിന്റെ മുകൾ പോലെയാണ്, അതേപോലെ തന്നെ പിന്നീട് മറുവയിലേക്കും ഹാജറ ബീവി അങ്ങനെ ഓടി വെള്ളത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി അങ്ങനെ അലഞ്ഞു നടന്നു എന്ന ആ കുന്നുകളുടെ പേരാണ് സഫാ മറുവ എന്നത്. ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റുക്കിനാണ് സഫന്റെയും മറുവിന്റെയും ഇടയിൽ സഅയ് നടത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമായി വിശന്നു വലഞ്ഞ ഹാജറ ബീവിക്കും അതേപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമക്കും അള്ളാഹു തആല കാരുണ്യമായി കൊണ്ട് നൽകിയിട്ടുള്ള വെള്ളത്തിന്റെ ഉറവയാണ് സംസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തി മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം ഒരാൾ എന്ത് ഉദ്ദേശത്തോടെ കൂടിയാണോ അവൻ കുടിച്ചത്, അവന്റെ ആ ഉദ്ദേശം, അവന്റെ മുറാദ് നടപ്പിലാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. സംസം വെള്ളത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും വറ്റാത്ത, അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാനും കുടിക്കാനും ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒറ്റയായി നിങ്ങൾ കുടിക്കണം എന്നുവരെ ഹദീസുകളിലൂടെ നമുക്ക് പരാമർശിക്കുകയുണ്ടായി. ആ ഒരു പ്രത്യേകത സംസം വെള്ളത്തിനുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന്. ഇനി അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അറഫ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തി അൽ ഹജ്ജു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്ന്. മക്കയിൽ നിന്ന് 20 കിലോമീറ്ററുകൾക്ക് അകലെയായി സ്ഥിതി ചെയ്യുന്ന വളരെ വിശാലമായ മൈതാനമാണ് അറഫ എന്നുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു ഹജ്ജിന്റെ വേളയിൽ സംഗമിക്കുന്ന പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറും തൗബയുമായി സംഗമിക്കുന്ന ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അറഫ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത് ആദം നബി അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഈ അറഫ മൈതാനിയിലെ ജബലുർ റഹ്മയിലാണ്. ആയിരക്കണക്കിന് സ്വഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുള്ള തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഈ ഒരു അറഫ മൈതാനിയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ദുൽഹിജ്ജ 9-നാണ് അറഫ. അറഫ ദിനത്തിന് ഒരുപാട് പുണ്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അയ്യൂതികല്ലാഹു ഫീഹി അബദൻ മിൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഹദീസാണ്. അതായത് ആളുകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരേ ഒരു ദിവസം അത് അറഫയുടെ ദുൽഹിജ്ജ 9-നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ആ ദിവസം ദുൽഹിജ്ജ 9-ന് നമ്മളോട് നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫ നോമ്പ് എന്നുള്ളത്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജിമാരോട് തന്റെ ഹജ്ജിന്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞത് ഹജ്ജിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു റുക്നാണ് ഹാജിമാര് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക, അതേപോലെ തന്നെ തൗബ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നിർദ്ദേശം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ ധാരാളം കേൾക്കുന്ന ഒരു പേരാണ് ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്. 3 ജംറകളിൽ മിനായിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന വ്യക്തികൾ 3 തവണ ജംറകളിൽ കല്ലെറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹജ്ജിലെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മഹത്തായ അനുസ്മരണവും അതേപോലെ തന്നെ ശൈത്താനെതിരായിട്ടുള്ള പ്രതിരോധവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ശൈത്താൻ വഴിതെറ്റിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പരിശ്രമിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശൈത്താനെ കല്ലെറിഞ്ഞു. അതിന്റെ സ്മരണയിലാണ് ജംറകളിൽ വിശ്വാസികളായ ആളുകൾ അവിടെ പോയിട്ട് 7 തവണ കല്ലെറിഞ്ഞ് ശൈത്താനെതിരിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി. 3 ജംറകളിലും കല്ലെറിയണം.
ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. 7 ചെറിയ കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് ജംറയുടെ കുഴിയിലോ അതിന്റെ ലക്ഷ്യഭാഗങ്ങളിലോ ഒരു മുസ്ലിം 7 തവണ, അങ്ങനെ 3 എറിയുമ്പോ 21 തവണ അയാൾ കല്ലെറിയണം. അതൊരു ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ കല്ലിന്റെ അളവ് വരെ സ്വഹാബികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഏറ്റവും ചെറിയതായ 7 കല്ലുകൾ നിങ്ങൾ ശേഖരിക്കുക. ചില ആളുകളൊക്കെ വളരെ ആവേശത്തിൽ തന്റെ കാലുകളിലുള്ള ചെരുപ്പൊക്കെ എടുത്തെറിയുന്ന, വലിയ കല്ലുകൾ എടുത്തെറിഞ്ഞുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ലളിതമായിട്ടാണ് ജംറകളിൽ കല്ലെറിയുന്നതിനെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. 7 ഏറ്റവും ചെറിയ കല്ലുകൾ ശേഖരിച്ച് നിങ്ങൾ ആ ഒരു ആരാധന നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നിർദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു സ്ഥലമാണ് മദീന എന്നുള്ളത്. മദീന സന്ദർശനം ഹജ്ജിന്റെ ഭാഗമല്ല, എന്നാൽ സുന്നത്തായ ഒരു കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. മദീനയുടെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ യസ്രിബ് എന്നായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജ്റ പോവുകയും പിന്നീട് ആ ഒരു പ്രദേശം ഇസ്ലാമിന്റെ രാഷ്ട്ര കേന്ദ്രമായി എന്ന, പിന്നീട് ഹദീസുകളിലൂടെ അതേപോലെ തന്നെ ചരിത്ര പരാമർശങ്ങളിലൂടെ മദീനയുടെ പേര് മദീനത്തുൽ മുനവ്വറ എന്നായി മാറി. അവിടെ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചേർന്ന് പടുത്തുയർത്തിയ പരിപാവനമായ മസ്ജിദാണ് മസ്ജിദുൻ നബവി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, എന്റെ ഈ പള്ളിയിലെ നമസ്കാരത്തിന് മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ഒരു നമസ്കാരത്തിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. പിന്നീട് മസ്ജിദ് നബവി ഓരോ കാലഘട്ടത്തിൽ വന്ന ഖലീഫമാരായ ആളുകൾ ആ പള്ളിയെ വികസിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ മസ്ജിദുൻ നബവിയെ വികസിപ്പിച്ചെടുത്തു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ധാരാളമായി ഈ ഒരു ഹജ്ജിന്റെ വേളയിൽ കേൾക്കുന്ന ചില നാമങ്ങളെ, ചില ചരിത്ര സ്ഥലങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടു വന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. കഴിവുള്ള ആളുകൾ, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ ഒരിക്കലും ഹജ്ജ് ചെയ്യാതിരിക്കരുത്. ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരു ഉംറയെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ചരിത്ര സ്ഥലങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് എത്താൻ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു ഹജ്ജിന്റെ കാലം പൂർത്തിയാകുമ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് മാസമായാൽ അടുത്ത ഹജ്ജിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. കഴിയുന്ന ആളുകൾ ഇനി തന്റെ ഹജ്ജിന്റെ ആ ഒരു ബാധ്യത നീട്ടിക്കൊണ്ടുപോകാതെ വരും വർഷങ്ങളിൽ ഹജ്ജ് എന്ന ബാധ്യതയുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കണം.